വെറുക്കരുത്, പക്ഷെ ഒഴിവാക്കിക്കോളൂ. വെറുക്കുന്നതും ഒഴിവാക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധുമിത്രാദികൾ നമ്മളോട് പിണങ്ങും, സഹോദരങ്ങൾ ചിലപ്പോൾ പിണങ്ങും, മക്കൾ പിണങ്ങും, ഭാര്യ പിണങ്ങും, ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പിണങ്ങും, അമ്മ അച്ഛനോട് പിണങ്ങും, സമൂഹത്തിലുള്ള സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങും, ഓഫീസിൽ തമ്മിൽ പിണങ്ങും. അങ്ങനെ ഒരുപാട് പിണക്കങ്ങളുണ്ടാവും. തെറ്റിദ്ധാരണകളുടെ പുറത്ത് പിണക്കങ്ങളുണ്ടാവും, മനഃപൂർവ്വമായിട്ടുള്ള ചില ചെയ്തികളുടെ പുറത്ത് പിണക്കങ്ങളുണ്ടാവും, പണം വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള വിശ്വാസവഞ്ചനയുടെ പുറത്ത് പിണക്കങ്ങളുണ്ടാകും. അങ്ങനെ പിണങ്ങുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരാളോട് പിണക്കം വന്നാൽ വെറുക്കരുത്. വെറുത്തു പോയാൽ പിന്നൊരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, എന്താ പിന്നെ പരിഹാരം? അവോയ്ഡ് ചെയ്യുക, തൽക്കാലം ഒഴിവാക്കുക, താൽക്കാലികമായി അവരെ ഒഴിവാക്കുക, അവരെ സുഖദുഃഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക, അവരെ ബഹളം ഉണ്ടാക്കാതിരിക്കുക. ദുഃഖം വരുമ്പോൾ ചിലപ്പോൾ സഹായിക്കേണ്ടി വരികയാണെങ്കിൽ സഹായിക്കുക, അത് വേറൊരു മാനസികാവസ്ഥയാണ്. സുഖം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ദുഃഖം വരുമ്പോൾ, എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുകയും സഹായിക്കുകയും വേണം, അത് വേറൊരു വിഷയമാണ്. പക്ഷെ നമുക്ക് തൽക്കാലം ഒഴിവാക്കുക, മറക്കുക. തൽക്കാലമാണ്, ആയുഷ്കാലമല്ല. പക്ഷെ വെറുക്കരുത്. ആരോടും വെറുപ്പ് വേണ്ട. വെറുത്താൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ സിമ്പിളായി, നമുക്ക് അലോസരമുണ്ടാക്കുന്നവരോട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരോട് നോ പറയുക. തൽക്കാലം അവരെ അവോയ്ഡ് ചെയ്യുക. ഒന്നുകിൽ അവർ കറക്റ്റ് ചെയ്ത് വരട്ടെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വരട്ടെ. എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും ആ ബന്ധം നമുക്ക് ഊഷ്മളമാക്കാം. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? നോ പറയുക, ബ്രേക്ക് ഇടുക, അവോയ്ഡ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും വെറുക്കേണ്ടതും മുറിക്കേണ്ടതും ആവശ്യമില്ല. ആരെയും വെറുക്കുകയും ചെയ്യരുത്, മുറിക്കുകയും ചെയ്യരുത്. കാരണം മറ്റൊരാളിനെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല, മറ്റൊരാളിനെ വെറുക്കാനും നമുക്ക് അവകാശമില്ല. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് അധികാരവുമുണ്ട്, അവകാശവുമുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആത്മബോധം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആരെയും നാം വെറുക്കേണ്ട കാര്യമില്ല. പുല്ല് മുതൽ പൂനാര വരെ, പുഴുക്കൾ മുതൽ വലിയ ജീവികൾ വരെ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. കറുത്തതും വെളുത്തതും, പണ്ഡിതനും പാമരനും, ദരിദ്രനും സമ്പന്നനും, എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ആരെയും പരസ്പരം വെറുക്കരുത്. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിയേക്കുക. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുന്നത് താൽക്കാലികമാണെന്ന് മനസ്സിനോട് പറഞ്ഞു വെക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് താല്പര്യം വരുമ്പോൾ, നമുക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തിനും താല്പര്യം വരുമ്പോൾ, ആരൊക്കെയാണോ തമ്മിൽ താൽക്കാലികമായി വഴി പിരിഞ്ഞത് അല്ലെങ്കിൽ മാനസികമായി ഐക്യമില്ലാതെ വന്നത്, വീണ്ടും ഐക്യപ്പെടുമ്പോൾ ഒന്നിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരെയും വെറുക്കരുത്, പരദൂഷണവും പറയരുത്. വെറുക്കാതിരുന്നാൽ നമുക്ക് സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി വീണ്ടും ഒന്നിച്ചു ചേരാം.